ഹായ് എവ്രി വൺ. അപ്പൊ നമുക്ക് ഇന്നൊരു സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് കുഞ്ഞുവിന്റെ റിസൾട്ട് വന്നു, 10th റിസൾട്ട് വന്നു. അപ്പോ നമ്മള് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. അവൾക്ക് മന്തി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ഇന്ന് മന്തിക്കുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അവളെ സർപ്രൈസ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഉണ്ടാക്കിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കണത്. അപ്പൊ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാം ഗൈസ്. അപ്പൊ നമ്മള് വണ്ടി നോക്കി കുറെ നേരമായി നിക്കണേ, വണ്ടി ഒന്നും കിട്ടണില്ല. ഇപ്പൊ ദാ ഒരെണ്ണം വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. കുറെ നേരമായി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്, പോയി വരേണ്ട സമയമായി, എന്നിട്ട് വണ്ടി നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ കിട്ടിയിരിക്കണം. അങ്ങനെ നമ്മൾ കടയിലെത്തിയിട്ടാണ്. നമ്മൾ മുള്ളൂർക്കരയ്ക്കാണ് പോയത്. അവിടെ നിന്ന് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ച്. പിന്നെ നമ്മൾ മുള്ളൂർക്കരയിൽ നിന്ന് ബസ്സിലാണ് കേട്ടോ പോകുന്നത്. ബസ്സിൽ നല്ല തിരക്കായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. നിൽക്കായിരുന്നു, നല്ല തിരക്കായിരുന്നു. ഇതെന്താ പച്ചരിയും മുട്ടയൊക്കെ നോക്കിയൊക്കെ എന്താന്ന് സാധനം? മന്തിക്കാവല്ലേ? അല്ലേ? തോന്നി ഉണ്ടാക്കാം നമുക്ക്. ഉണ്ടാക്കാൻ പിടിച്ചോ, കഴുകിക്കൊണ്ടേക്ക്. അപ്പൊ ഗായ്സ്, അങ്ങനെ മന്തിക്കുള്ള സംഭവങ്ങൾക്ക് സെറ്റ് ആക്കാൻ പോവാണ് കേട്ടോ. ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. നമുക്ക് റെഡിയാക്കാം. അപ്പൊ ഇന്നത്തെ കുക്ക് ഇവളാണ് ഗായ്സ്. അപ്പൊ നമുക്ക് ആദ്യം മന്തി മസാല ഇടാം അല്ലേ? ഇതൊരു കിലോ റൈസിനുള്ള തന്നെ മസാല. അടുത്തത് മാഗി ക്യൂബ് ഇടാം, 2 എണ്ണം ഇടാം. ഇനി 2 ക്യാപ്സിക്കം അരിഞ്ഞത് ഇടാം. പിന്നെ സവോള ഒരെണ്ണം അല്ലേ? ഒരെണ്ണായിരുന്നു. പിന്നെ കുറച്ച് മല്ലിയില ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് തിരുമ്പി അങ്ങോട്ട് പിടിപ്പിക്കാം. മാഗി ക്യൂബ് ഉള്ള കാരണം ഉപ്പ് വേണ്ടി വരില്ല അല്ലേ? ഉപ്പ് വേണ്ട, മാഗി ക്യൂബ് ഉള്ളതുകൊണ്ട് ഉപ്പ് വേണ്ട. ഇനി കുറച്ച് ഓയിൽ ഒഴിക്കാം. സൺഫ്ലവർ ഓയിലാണ്. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു, അത് എടുക്കാൻ കിട്ടിയില്ല. റെഡ് ഫുഡ് കളർ അല്ലേ? കളറ് ഇഷ്ടത്തിനനുസരിച്ച് നോക്കിയിട്ട് ഒഴിക്കാം. മിക്സ് ചെയ്ത് നോക്കട്ടെ. ഇത്ര കളർ പോരാലേടി? കുറച്ചുകൂടി വേണം, അല്ലെങ്കിൽ പച്ച ചിക്കൻ പോലെയും കാണാൻ ഭംഗി ഉണ്ടാവില്ല. കുറച്ചും കൂടി ഒഴിക്കാം. കുഞ്ഞ സ്പൂൺ, അതിലൊന്നും വരണില്ല. ഗ്ലാസ് കൊണ്ട് അങ്ങോട്ട് ഒഴിക്കി. അതെന്താ കളർ? നീ വെള്ളത്തിൽ കലക്കിയോ? പൊടിയല്ലേ, വെള്ളത്തിൽ ഇത് മതിയോടി കളറ്? ഇത് പോരാല്ലേ? കുറച്ചുകൂടി ഇട്ടോ. നീ ഗ്ലാസ് കൊണ്ട് ഒഴിക്കി. ലെഗൊക്കെ വെട്ടിയിട കുഞ്ഞാ. വലിയ പീസാകുമ്പോ ഒരു രസം ഉണ്ടാവില്ല. പോരടി? മതി. മിക്സ് ആയിട്ടില്ല. ഇനി കുറച്ചു നേരം ഇതൊന്ന് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി ഓയിൽ ചേർത്തിട്ട് അടുപ്പത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂർ ഇരുന്നാ മതിയാ? അരമണിക്കൂറൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് മതി. റൈസ് കുതിരാൻ വെക്കണ്ട അപ്പൊ കഴിക്കാം. എന്ത് റൈസാ വാങ്ങിയാണേ? സ്റ്റെല്ല റൈസ്. അപ്പൊ നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് കേട്ടാ, നല്ല തീയുണ്ടേ. ഇനി പാത്രം നമുക്ക് അതിലേക്ക് വെച്ചു കൊടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ വെക്കണേ. കുറച്ച് നേരം ഓയിലും. ഇനി ഇത് നല്ല കുറച്ചിങ്ങനെ മൊരിഞ്ഞു വരണം. ഇനി നല്ല മൊരിഞ്ഞു വരണത്. എന്നോട് അടുപ്പിലേക്ക് കയറിക്കാൻ പറഞ്ഞ്. അപ്പൊ നമുക്ക് അരി കഴുകി കുതിർത്തിടാട്ടാ. കയ്യിലൂടി കയ്യില് മിസ്സിങ് ഗൈസ്. നമ്മുടെ ചിക്കൻ വെട്ടി തിളക്കുന്നു. അരിഞ്ഞെടുക്കാം. 1 കിലോ അരിയാണ് വാങ്ങിയാണേ. കുട്ടി ഒന്ന് ക്യാമറ ഇളക്കിട്ട് കോളാക്കി. അപ്പൊ നമുക്ക് ഇനി ഇടാം. 1 കിലോ വാങ്ങിയാണ്. നല്ല ഗൈസ്, ഇതാണ് നമ്മുടെ മന്തി അരി. നല്ല നീളമുള്ള അരി, സ്റ്റെല്ല റൈസ്.
ഇത് ഇറക്കി വെച്ചിട്ട് ചോറിന് വെള്ളം വെക്കാന്ന് പറയും. ഇപ്പൊ അത് റെഡി ആയിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇത് ഇറക്കി വെച്ചിട്ട് ചോറിനുള്ള വെള്ളം വെക്കേ. അപ്പൊ ചൂടായ വെള്ളത്തിലേക്ക് നമുക്ക് മാഗി ക്യൂബും 2 ഉണക്കനാരങ്ങയും ഇടാം. പിന്നെ വോൾ സ്പൈസസ് ആഡ് ചെയ്യണേ ഗായ്സ്. അപ്പൊ നമുക്ക് മൊത്തം ഇട്ട് കൊടുക്കാം കേട്ടോ. പട്ടയും ഗ്രാമ്പും ഒക്കെ. ഇനി പെരുംജീരകം ഇട്ട് കൊടുക്കേ. മാഗി ക്യൂബ് ഇട്ടുകൊണ്ട് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ നമ്മൾ കുറച്ചും കൂടി ഇട്ടാ മതിയേ. ഇപ്പൊ വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇപ്പൊ ചേർക്കണം. എന്നിട്ട് നമ്മള് അരി ഇട്ട് കൊടുക്കാം. കഴുകി കുതിർത്ത് വെച്ചിരുന്ന അരിയാണേ. തീർച്ച ഇത് വേവിട്ട് മന്തി വേവണതിന്റെ പാട്ടാണ് കേക്കണേ. നമുക്ക് ഇനി ഇത് വാർത്ത് വെച്ചു കേട്ടോ. നമ്മള് റൈസ് വാർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടാട്ടാ. ഞാൻ 2 സെറ്റ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചിക്കൻ. മഞ്ഞപ്പൊടി ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മഞ്ഞ വറുത്തിനായിട്ട് കുറച്ചിങ്ങനെ ഒഴിക്കാം. പിന്നെ റെഡ് കളറും ഉണ്ട്. 2 കളറായി കിട്ടിക്കോളും. 2 കളറായിട്ട് കിട്ടിക്കോളും. ഇനി വേണ്ടത് നമ്മുടെ ആ മന്തി മസാല ഇല്ലേ, അതിന്റെ കുറച്ച് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഇനി പച്ചമുളക് ഞാൻ ഇങ്ങനെ നടു കീറിയിട്ട് വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കാം. അപ്പൊ ഒരു ലെയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ലെയറിലേക്ക് പോവാം. ഇനി അടുത്ത ലെയർ ചോറിടാം. ഈ റൈസിന് കുറച്ചുകൂടി വേവ് കൂടുതലുണ്ട് അല്ലെ, മറ്റേ റൈസിനേറ്റും മറ്റേ ബിരിയാണി റൈസിനേറ്റും. പക്ഷെ നമ്മള് നോക്കി നിക്കണം. നോക്കിയിട്ട് അങ്ങോട്ട് വാർത്തെടുത്താൽ മതി. ഒട്ടി പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൂട്ടാ നമ്മളിത് അരി വേവിക്കുമ്പോ. പരാതി എന്ന് പറയണ ഗൈസ്, കുളിക്കുമ്പോ അവന്റെ മൂക്കിലേക്ക് സൂപ്പ് പോയി. അവൻ ഏത് നേരം പോയ വള്ളിയും കൊണ്ട് ഇങ്ങനെ അവൻ റൂമത്തെ സീലിക്കുമ്പോ പേപ്പറിൽ കളർ കലക്കിട്ട് എറിഞ്ഞു വെച്ചിട്ടാ പണി ഉണ്ടാക്കിണ്ടല്ലേ. ബാക്കിയുള്ളത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി എത്ര നേരം ദമ്മിടണം? ദമ്മിട്ട് വെക്കണം. ഒരു 10-20 മിനിറ്റ് തമ്മിൽ കിടക്കട്ടെ. നമ്മള് അരി കുറച്ച് വേവില് കുറച്ചിട്ടല്ലേ നമ്മൾ എടുത്തേ. ഒരു സ്വല്പം കുറവിലെടുത്ത് വെക്കണം. അല്ലെങ്കിൽ ചിലപ്പോ ദമ്മ് വയ്ക്കുമ്പോ വെന്ത് കൂടും. ഓക്കെ, അത്രക്ക് മതി. ഇനി നമുക്ക് ദമ്മിട്ടേക്കാം. പച്ചമുളകും നമുക്കിനി ഇത് അടച്ചിട്ട് ദമ്മിട്ട് വെക്കേ. ഗായ്സ്, അപ്പൊ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ദമ്മ അതിന്റെ മുകളിൽ ഇനി വെയിറ്റുള്ള സാധനം കേട്ടിട്ടുണ്ടാവും. ഞാൻ കുറച്ച് പാത്രത്തിൽ വെള്ളം നിറച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഇരുന്നോട്ടെ. കുത്തണ കല്ല് വെച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പൊ നമുക്കിനി ദമ്മ് തുറക്കാറാവുമ്പോ നോക്കാം. നല്ല കനലുണ്ട് അടുപ്പില്. അപ്പൊ നമ്മൾ 20 മിനിറ്റ് ദം ചെയ്തതിന് ശേഷം നമ്മൾ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഗായ്സ്, അപ്പൊ മന്തി റെഡിയായി. ഗിഫ്റ്റ് വാരിതായോ? അമ്മ വാരിത്തരേ. നമ്മൾ സക്സസ്ഫുള്ളി 10ാം ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഗായ്സ്, അപ്പൊ നമ്മളിന്ന് ഫുള്ള് കഴിക്കട്ടെ. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.